BTS എന്ന ബോയ് ബാൻഡ് കേവലം ഒരു എന്റർടൈൻമെന്റ് എന്നതിലുപരി മനുഷ്യബന്ധങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും എത്രത്തോളം അളവിൽ സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈയിടെയായി 2 ആർട്ടിക്കിൾസ് ആണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ആർട്ടിക്കിളായ കൺഫെഷൻ ഓഫ് എ ഫോർമർ BTS സ്കെപ്റ്റിക് എന്ന ആദ്യത്തെ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചത് ഫാഷൻ ലൈഫ് സ്റ്റൈൽ മാസികയായ വോഗ് കൊറിയയിലാണ്. ഫ്രീലാൻസ് റൈറ്ററും ജേർണലിസ്റ്റുമായ ഹാങ് മെയ് എഴുതിയ ഈ ആർട്ടിക്കിളിന്റെ ഉള്ളടക്കം വളരെ ചുരുക്കി ഒന്ന് പറയാം. BTSന്റെ കൺസേർട്ടുകളെ കുറിച്ച് താൻ തെറ്റായി ധരിച്ചിരുന്നുവെന്നും പണവും പ്രശസ്തിയും മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നുമായിരുന്നു താൻ ആദ്യം കരുതിയിരുന്നത്. ലാസ് വേഗാസിൽ വെച്ച് നടന്ന കൺസേർട്ടിൽ അവിചാരിതമായി പങ്കെടുത്ത ശേഷം അവരുടെ ചിന്താഗതി അപ്പാടെ മാറുകയായിരുന്നു. BTS അംഗങ്ങൾ തമ്മിലുള്ള റിയൽ ഫ്രണ്ട്ഷിപ്പ്, പരസ്പരമുള്ള ബഹുമാനം, കൊറിയൻ കൾച്ചറിനോടും ഐഡന്റിറ്റിയോടുമുള്ള അവരുടെ ആദരവ് എന്നിവയെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതോടെ താനും അവരുടെ ഒരു ആരാധികയായി മാറി എന്നും ഇവർ പറയുന്നുണ്ട്. അതുമാത്രമല്ല, K-pop ഇൻഡസ്ട്രിയിലെ ഹാർഡ് വർക്ക്, ഹൈപ്പർ കൺസ്യൂമറിസം, ബ്ലാക്ക് കൾച്ചറുമായുള്ള ബന്ധം തുടങ്ങിയ സങ്കീർണമായ വിഷയങ്ങളെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയി ഈ ആർട്ടിക്കിളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ആർട്ടിക്കിൾ, ലിവിംഗ് ആസ് എ ഹസ്ബൻഡ് ഓഫ് ആൻ ആർമി. ഇതൊരു കൊറിയൻ ഓൺലൈൻ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ഒപ്പീനിയൻ കോളമാണ്. കൊറിയൻ ഫിലിം ഡയറക്ടറായ യുങ് സാഹ്യോ എഴുതിയ ഈ ആർട്ടിക്കിളിൽ ഒരു ആർമിയുടെ ഹസ്ബൻഡായി ജീവിക്കുന്നതിനെ കുറിച്ചുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയ അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. ഗ്രാമി അവാർഡ്സിൽ പുതിയ കാറ്റഗറി കൊണ്ടുവന്നപ്പോ വെറും വോട്ടിങ്ങിനും റേറ്റിംഗിനും വേണ്ടി മാത്രം തങ്ങളെ മാറ്റി നിർത്തുന്നതിനെതിരെ BTS അവരുടെ ആൽബം നോമിനേഷന് അയക്കാതിരുന്നതിനെ കുറിച്ച് ഈ ആർട്ടിക്കിളിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൂടാതെ പുള്ളിയുടെ ജീവിതത്തിൽ നിന്നെടുത്ത കുറച്ച് ഏടുകൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. അതായത്, വീട് മുഴുവൻ BTS ന്യൂസുകളും ടീഷർട്ടുകളും പർപ്പിൾ കളറിലുള്ള സാധനങ്ങളും നിറയുമ്പോ ഒരു ഹസ്ബൻഡ് നേരിടുന്ന മാനസികാവസ്ഥയെ വളരെ തമാശ രൂപേണയാണ് ഇതിലൂടെ അദ്ദേഹം പറയുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ തന്റെ വൈഫ് അസുഖമായി കിടപ്പിലായിരുന്നപ്പോഴും ഡിപ്രഷനിലൂടെ കടന്നുപോയപ്പോഴും അവർക്ക് ആശ്വാസമായത് BTSഉം അവരുടെ സംഗീതവുമായിരുന്നു എന്ന തിരിച്ചറിവിൽ താനൊരു BTS ആർമിയുടെ ഹസ്ബൻഡ് ആയിരിക്കുന്നത് തന്റെ വലിയൊരു ഭാഗ്യവും ലക്കുമാണെന്നാണ് അദ്ദേഹം അവസാനം പറഞ്ഞത്. ഈ 2 ആർട്ടിക്കിളിലെയും കാര്യങ്ങൾ കേട്ടപ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? മൊത്തത്തിലൊന്ന് നോക്കുമ്പോ BTS എന്ന ഗ്രൂപ്പ് വെറുമൊരു പോപ്പ് മ്യൂസിക് ബാൻഡ് എന്നതിലപ്പുറം ആളുകളുടെ ജീവിതത്തിൽ എത്രത്തോളം പോസിറ്റീവ് ചേഞ്ച് ആണ് ഉണ്ടാക്കുന്നതെന്ന് ഈ ആർട്ടിക്കിളിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. സ്റ്റേഡിയത്തിലെ കൺസേർട്ടുകൾ മുതൽ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിൽ വരെ BTSന്റെ സംഗീതം ആളുകളെ എത്രമാത്രം ഹീൽ ചെയ്യുന്നുണ്ടെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം.